എഫീസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ പോരാട്ടമുണ്ട്. കാരണം അവൻ പോർക്കളത്തിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും പോരാട്ടത്തിന് നടുവിലൂടെ അവൻ കടന്നു പോവുകയാണ്. അപ്പോൾ ആരോടാണ് പോരാട്ടമുള്ളത്? ജഡരക്തങ്ങളോടല്ല. നമ്മുടെ ഭവനത്തുള്ള പ്രിയപ്പെട്ടവരോടോ, ദേശത്തുള്ളവരോടോ, നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള മറ്റുള്ള പ്രിയപ്പെട്ടവരോടോ, നമ്മുടെ സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടോ, സഭാ നേതാക്കന്മാരോടോ അല്ല നമുക്ക് പോരാട്ടമുള്ളത്. വാഴ്ചകളോട്, പിശാചിൻ്റെ ചില വാഴ്ചകളോട് ദൈവവൈതലിന് പോരാട്ടമുണ്ട്. അധികാരങ്ങൾ, പിശാചിൻ്റെ ചില അധികാര നിയന്ത്രണ മേഖലകളുണ്ട്, അതിനോട് ദൈവവൈതലിന് പോരാട്ടമുണ്ട്. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, ചില അധിപതികൾ, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില അധിപതികളോട് ദൈവവൈതലിന് പോരാട്ടമുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോട്, ആകാശമണ്ഡലത്തിൽ പിശാചിൻ്റെ സിംഹാസനം സ്ഥാപിച്ച് പിശാച് ഈ ഭൂമിയെ വാഴുക. മനുഷ്യയുടെ കാലഘട്ടത്തിൽ ആകാശ സൈന്യത്തെ ആരാധിച്ചിരുന്നു. അപ്പോൾ ആകാശമണ്ഡലത്തിൽ കുടിയിരിക്കുന്ന പിശാചിൻ്റെ ശക്തികളോട് ഒരു ദൈവവൈതലിന് പോരാട്ടമുണ്ട്. ദൈവങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടമില്ലാത്തൊരു ജീവിതമല്ല, പോരാട്ടമുള്ളൊരു ജീവിതമാണ്. ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിൽ നാം പരാജയപ്പെടുകയല്ല, പിശാചിൻ്റെ ശക്തികൾ പരാജയപ്പെട്ടു പോകണം. അതിന് കർത്താവ് നമുക്ക് തുണ നിൽക്കുന്നു. അവൻ്റെ സർവായുധ വർഗം ധരിച്ച് പിശാചിൻ്റെ ശക്തികളോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോട് പോരാടി ജയിച്ചു മുന്നേറുവാൻ കർത്താവേ അടിയനെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.